വണ്ടി കൊടുത്താലോ എന്ന് ആലോചിക്കാം. നിങ്ങൾക്കറിയാലോ, യൂട്യൂബിലിപ്പോൾ വ്യൂ ഒന്നുമില്ല, വരുമാനം കുറഞ്ഞ്, വേറെ പ്രൊമോഷൻസൊക്കെ എടുത്ത് തട്ടിമുട്ടി ജീവിച്ചു പോവുക. 2 വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള വകുപ്പൊന്നുമില്ല. ഇപ്പോൾ ജിംനി ഉണ്ട്, ജിംനിക്ക് EMI അടക്കണം. അപ്പോൾ ഈ വണ്ടി കൊടുക്കാതെ വേറെ നിവർത്തിയില്ല. ഉണ്ടയാണ്, വേറെ വണ്ടി വേണം, അതിനാണ്. അതെ, വേറൊരു വണ്ടി വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ ഈ വണ്ടിയിലേ സ്ട്രക്കാണോ എന്നൊരു സംശയം. വേറൊന്നല്ല, കുറേ ഓപ്ഷൻസ് ഉണ്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ഏത് വണ്ടി? മൂന്നാമതൊരു വണ്ടി വാങ്ങാന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല. കാരണം ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ 3 വണ്ടി വയ്ക്കാനൊന്നും പറ്റില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മീഡിയ വണ്ടി വരുമല്ലോ. അപ്പോൾ ഒരു വണ്ടി എന്തായാലും മാറ്റിയേ പറ്റൂ. ഞാൻ ആലോചിച്ചപ്പോൾ ജിംനി മാറ്റാൻ പറ്റില്ല, ജിംനിക്ക് EMI ഉണ്ട്. അപ്പോൾ ഇതാണ് മാറ്റാൻ പറ്റിയ വണ്ടി എന്നുള്ളതാണ്. ഓക്കെ, സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, എന്നാലും ഐ വാണ്ട് ടു എക്സ്പ്ലോർ. കൃത്യമായിട്ട് വില കിട്ടുകയാണെങ്കിൽ മാത്രമേ മാറ്റുള്ളൂ കേട്ടോ, അതും പറയാമല്ലോ. തനിക്കിത് വല്ല OLX ഇട്ടാൽ പോരെ? മതി, OLX ഇട്ടാൽ മതി. അതല്ലെങ്കിൽ മാർക്കറ്റ് പ്ലേസ് ഉണ്ട്, യൂസ്ഡ് കാർ ഷോറൂമുകളുണ്ട്, അറിയാവുന്ന കച്ചവടക്കാരുണ്ട്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. പക്ഷേ ഈ വണ്ടിയുടെ ഓരോ വീഡിയോ ഇടുമ്പോഴും ഇതിൻ്റെ താഴെ വന്നിട്ട് നിങ്ങൾ ഈ വണ്ടി കൊടുക്കുകയാണെങ്കിൽ പറയൂ കേട്ടോ എന്ന് പറയുന്ന കുറച്ച് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ തന്നെ ഇടുന്നത്. ഞാൻ ഈ വണ്ടി കൊടുക്കുകയാണെങ്കിൽ എൻ്റെ ഒരു പ്രേക്ഷകർക്കേ കൊടുക്കുള്ളൂ എന്നൊരു മൈൻഡ് എനിക്കുള്ളതുകൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ താഴെ വന്നിട്ട് ഈ വിലയ്ക്ക് വണ്ടി കിട്ടാണ്ട്, അതല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ ഈ വണ്ടിയുടെ വില, അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്ന കമൻറ്റുകൾ ഞാൻ അവോയ്ഡ് ചെയ്യും. കാരണം ഈ വണ്ടി കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 4,75,000 രൂപയാണ്. അതിന് കാര്യങ്ങളുണ്ട്, അറിയാമായിരിക്കും വണ്ടിയുടെ വീഡിയോ കണ്ട ആളുകൾക്ക്. കാരണം ഈ വണ്ടിയുടെ ജാതകം എന്ന് പറയുന്നത് ഈ ചാനലിലുണ്ട്. ഇത് വാങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വണ്ടി ഒന്ന് നടന്ന് കാണിക്കാം. എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ ഞാൻ ചെയ്തു വെച്ചതെന്ന് വണ്ടി ഇതുവരെ കാണാത്ത ആളുകൾക്ക് വേണ്ടി കാണിക്കാം. എന്തായാലും ഇതാണ് നമ്മുടെ വണ്ടി. 2017 ജനുവരിയിൽ ഞാൻ മേടിച്ച എൻ്റെ ഫോർഡ് ഫിഗോ ആസ്പെയർ. ഓക്കെ, സെറാമിക് കോട്ട് ചെയ്തിട്ടുള്ള, സെറാമിക് അല്ല, ഗ്രാഫൈൻ കോട്ട് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇതിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഇതിനകത്തൊരു ഡീസൽ എഞ്ചിനാണ്, 1.5 TDCi. ഇതിൻ്റെ ഗ്രില്ല് ഞാൻ മാറ്റിയതാണ്. ഈ ഗ്രില്ലെന്ന് പറയുന്നത് ഒരു വിധം മസ്താങ്കിഷ് ആക്കാൻ വേണ്ടിയിട്ട് ഫിഗോ സ്പോർട്ടിൻ്റെ ഗ്രില്ല് കസ്റ്റം ചെയ്തതാണ്. ഈ ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് പുതിയതാണേ, അപ്പുറത്തെ ഹെഡ്ലൈറ്റ് കുറച്ച് പഴയതാണ്. അതിന് കാരണം എന്ന് പറയുന്നത് ചെറിയൊരു തട്ടൽ ഞാൻ ഈ വണ്ടി തട്ടിയിട്ടുണ്ട്. അതായത് ബമ്പറൊന്ന് തട്ടിയപ്പോൾ ആ ഹെഡ്ലൈറ്റിൻ്റെ മുകളിലും ഒരു ചെറിയ ഒരു ഗാഡി ഒന്ന് പൊട്ടി. അപ്പോൾ അത് മാറ്റിയതാണ്. അതുകൊണ്ട് തന്നെ കൈരളി ഫോർഡിൽ നിന്നാണ് ഞാനത് പെയിൻ്റ് അടിച്ചത്. ആ പെയിൻ്റ് അടിച്ചപ്പോൾ ഒരു ചെറിയ പെയിൻറ്റ് ഡിഫറൻസ് അവിടെ ആ ബമ്പറും അല്ലെങ്കിൽ ആ ബോഡിയും ചേർന്നിടത്തുണ്ട്. അതാണ് ഇതിലാകെയുള്ളൊരു ഫോൾട്ടായിട്ട് ഞാൻ പറയുന്നത്. ഫോൾട്ടല്ല, അത് അവർ ചെയ്തപ്പോൾ വന്ന കാര്യമാണ്. പിന്നെ ഈ വണ്ടിയുടെ ഉള്ളിൽ കൂളിംഗ് ഫിലിം അടിച്ചിട്ടുണ്ട്. ഇത് ട്രോറോയുടെ ഏറ്റവും വില കൂടിയ ഫിലിമാണ്. ആ ഫിലിം ഞാൻ ഇപ്പോൾ അടിച്ചേ ഉള്ളൂ. അത് അടിക്കാൻ കാര്യം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, വണ്ടി കൊടുക്കാൻ വേണ്ടിയല്ല, എന്നാലും അത് അടിച്ചു എന്ന് പറയുന്നതാണ്. ട്രോറോയുടെ ഫിലിമാണ്, സെർച്ച് നോക്കിക്കോ. പിന്നെ ഗ്ലാസ്സിനുമുണ്ട് ആ ഒരു ഫിലിം, കേട്ടോ, ഫ്രണ്ട് ഗ്ലാസ്സിനുണ്ട് ആ ഫിലിം. ഈ അലോയ് വീല് അല്ലെങ്കിൽ ഈ വീല് ഞാൻ അപ്സൈസ് ചെയ്താൽ ഇത് ഫ്രീ സ്റ്റൈലിൻ്റെ അലോയ് വീലാണ്. ഇതിപ്പോഴും ഫോക്കസിൽ അവൈലബിൾ ആണ്. ഒരു അലോയ് വീലിന് 5,000 രൂപയാണ് വില. 4 ഞാൻ മേടിച്ചു. അതിൻ്റെ മുകളിൽ കിടക്കുന്ന ടയർ എന്ന് പറയുന്നത് വെറും 500 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള S-Drive ആണ് യോക്കോഹോമയുടെ. ഓക്കെ, പിന്നെ ഈ വണ്ടിക്ക് ടൈറ്റാനിയം S എന്നുള്ള ബാഡ്ജ് ഞാൻ അടിച്ചതാണ്. പിന്നെ പാർക്കിംഗ് സെൻസർ ഈ വണ്ടിക്ക് വരുമ്പോഴുണ്ടായിരുന്നു. കൂടാതെ ഇവിടെ വെച്ച ക്യാമറ ബ്ലൂ പങ്കിൻ്റെ വെരി കോസ്റ്റ്ലി ക്യാമറയാണ്. നല്ല വിഷ്വലായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ക്യാമറയാണ്, ഞാൻ വെച്ചാണ്. ഓക്കെ, ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഈ ഡിക്കി എന്ന് പറയുന്നത്, ഡിക്കിക്കകത്ത് സ്റ്റെപ്പിനി അഥവാ സ്പെയർ വീലുണ്ട്. ഈ സ്പെയർ വീലിൻ്റെ കാര്യം പറയുമ്പോഴേ ഈ സ്പെയർ വീൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. കണ്ടോ, ഇതാണ് ഇതിൻ്റെ സ്പെയർ വീലിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഉപയോഗിക്കാതിരിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, അത് ഉപയോഗിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല എന്നുള്ളതാണ്. അത് ഒരു പ്രോ ആയിട്ട് പറയുന്നതല്ല, സ്റ്റിൽ അതൊരു കാര്യമായിട്ട് പറയുന്നതാണ്. പിന്നെ കൂളിംഗ് ഫിലിം ഒരിത്തിരി ഡാർക്ക് ആയതുകൊണ്ടല്ലേ. പിന്നെ ആൻറ്റിന ഞാൻ മാറിയതാണ്. ഈ പവർ വിൻഡോയുടെ മാസ്റ്റർ സ്വിച്ചില്ലേ, അത് ഞാൻ മേടിച്ചതാണേ, പുതിയത് മേടിച്ചതാണ്. പക്ഷേ ഈ പവർ വിൻഡോയുടെ മോട്ടർ ഇത്തിരി വീക്കാണ് കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും പെട്ടെന്ന് വണ്ടി കൊടുക്കുകയാണെങ്കിൽ ഞാൻ മാറില്ല, അത് വാങ്ങുന്ന ആൾ വേണം മാറാനായിട്ട്. പിന്നെ ഇതിനകത്ത് ഞാനൊരു സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. സ്റ്റീരിയോ എന്ന് പറയുമ്പോൾ ടച്ച് സ്ക്രീൻ വിത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ. ഓക്കെ, പിന്നെ ഇതിനകത്ത് AC വെൻറ്റുകൾ അതല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ എല്ലാം പുതിയതാണ്, ഞാൻ മാറ്റിയതാണ്. ഓരോന്നിനും അത്യാവശ്യം വിലയുണ്ട്, ഫോറിൻ്റെ കാര്യം അറിയാലോ. പിന്നെ ഈ സീറ്റ്, ഇത് കസ്റ്റം സീറ്റാണ്. ഈ സീറ്റ് കസ്റ്റമായിട്ട് പണിതെടുത്ത സീറ്റാണ്. ഈ സീറ്റിൻ്റെ ബോൾസ്റ്ററിങ്ങും അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ഇതിൻ്റെ പൈസ ഞാൻ പറഞ്ഞില്ല, കാരണം വണ്ടിയുടെ വില എല്ലാം ഉൾപ്പെടുത്തുന്ന കാര്യമാണ്. പിന്നെ ഇവിടെ ഒരു ആംറസ്റ്റ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ആംറസ്റ്റ് എന്ന് പറയുന്നത് യൂസ്ഫുള്ളാണേ. എൻ്റെ വണ്ടി ടൈറ്റാനിയം ആണല്ലോ, അപ്പോൾ ഈ ഗ്ലാസ് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഇതിന് ഫോൾഡിങ് ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്.
ഈ ഗിയർ നോബ് ഉണ്ടല്ലോ, ഈ നോബ് മാറേണ്ടി വന്നു. ഇതിന് 3600 രൂപയായി. ഇത് ഒറിജിനൽ ഗിയർ നോബാണ് കേട്ടോ. ഈ ഒരു പീസും ഇവിടെ കണ്ടില്ലേ. പിന്നെ ഇതിന് ഓട്ടോ എ സി ഉണ്ട്. ഓട്ടോ എ സി ഉണ്ടെന്ന് മാത്രമല്ല, ഇതിൻ്റെ ടച്ച് സ്ക്രീനെ കുറിച്ച് പറയാം. ടച്ച് സ്ക്രീൻ സോണിയുടെ ടച്ച് സ്ക്രീനാണ്. ഞാൻ ഈ ടച്ച് സ്ക്രീൻ വെച്ചത് ആദ്യം പൈനിയർ വെച്ചു. പൈനിയർ ശരിയാവാതെ പിന്നീട് സോണി വെക്കേണ്ടായത്. സോണി എന്ന് പറയുമ്പോൾ അറിയാലോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി, നല്ല സൗണ്ട് ക്വാളിറ്റിയുള്ളൊരു സിസ്റ്റമാണിത്. ഇതിനകത്ത് ഞാൻ ക്യാമറ, റിവേഴ്സ് ക്യാമറ ഒരു ഓണാക്കാനുള്ള സെറ്റിംഗ് ആക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇത് ആദ്യം ഉണ്ടായിരുന്നില്ല. അതായത് സാധാരണ ക്യാമറ ഫിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്ഷൻ അവർ ഓഫ് ചെയ്താൽ ചെയ്യാറ്. ഞാൻ സ്റ്റോക്ക് പോലെ വേണമെന്ന് വെച്ചിട്ട് അത് ഓൺ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള USB ആ ഒരു ഓക്സ്, അപ്പോൾ ഓക്സോടെ തന്നെ ഉണ്ട്. USB എന്ന് പറയുന്നത് ഞാൻ എടുത്തിട്ട് ഇതാ ഇവിടെ ഈ ഒരു ഗ്ലോ ബോക്സിനകത്ത് നിന്ന് പുറത്തേക്ക് ആക്കിയിട്ടുണ്ട്. 2 USB ഉള്ള മോഡലാണിത്. ഓക്കെ, ഇത് ഞാൻ കസ്റ്റം പെയിൻറ്റ് ചെയ്താണ്. ഇതിൻ്റെ ഒറിജിനൽ സ്റ്റീരിയോയും ഒറിജിനൽ ഫേഷ്യം എൻ്റെ ഉണ്ട്. വണ്ടി വാങ്ങുന്ന ആൾക്ക് വേണമെങ്കിൽ അതുകൂടി ഞാൻ തരും, കാരണം എനിക്ക് യൂസ് ഒന്നുമില്ല. പിന്നെ ഈ വണ്ടിയിൽ ഞാൻ ഡാഷ് ക്യാമറ വെച്ചിട്ടുണ്ട്. ഈ ഡാഷ് ക്യാമറ എന്ന് പറയുന്നത് അഴിച്ചെടുക്കണം എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. കാരണം 24,000 രൂപയോളം വയറിംഗ് കിറ്റ് അടക്കം വന്നിട്ടുള്ള ഒരു ക്യാമറയാണത്. പക്ഷേ ഞാൻ ആ വില ഇട്ടപ്പോൾ വിചാരിച്ചു, ഓക്കെ ഇതെന്തായാലും വയറൊക്കെ ചെയ്ത് വെച്ചതല്ലേ, ഫ്യൂസ് ടാപ്പൊക്കെ ചെയ്തതല്ലേ, അപ്പോൾ ഞാനത് ഊരുന്നില്ല. നോക്കിക്കേ, 85,130 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. പുതിയ ബാറ്ററി, പുതിയ ടയറ്, പുതിയ വീല് ഒക്കെ പുതിയതാണ്. പിന്നെ എല്ലാവരെയും പോലെ ഒരു വണ്ടി കൊടുക്കാനും കൊടുക്കാതിരിക്കാനും കാരണങ്ങളുണ്ട്. എനിക്ക് ഈ വണ്ടി കൊടുക്കാതിരിക്കാനുള്ള കാരണങ്ങളാണ് കൂടുതൽ. ഫോർ എക്സാമ്പിൾ, എൻ്റെ വണ്ടിയുടെ നമ്പർ 73. ഇത് തന്നെയാണ് ഞാൻ ജിമ്നിക്ക് എടുത്തത്. എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ആഗ്രഹിച്ചെടുത്ത നമ്പറാണ്. ഷെൽട്ടൺ കൂപ്പർ പറയുന്ന പോലെ 73 ഇസ് ദ പ്രൈം നമ്പർ. ഓക്കെ, വാട്ട് എവർ. അതുപോലെ ഞാൻ ഈ വണ്ടി കൊണ്ടു നടക്കുന്നത് ഇപ്പോൾ കൂളിംഗ് ഫിലിം അടിച്ച ഒരാഴ്ചയായിട്ടുള്ളൂ, ടയർ മാറിയിട്ട് 2 ആഴ്ചയായിട്ടുള്ളൂ. ഇതൊക്കെ എന്നാൽ ടയറൊക്കെ മാറുന്നതെന്ന് പറയുമ്പോൾ തേയ്മാനമായിട്ട് മുഴുവനായിട്ട് ടയർ തീരാമെന്ന് ഞാൻ നോക്കാറില്ല. എനിക്ക് ടയർ മാറണം, ബ്രേക്കിങ്ങിൽ എഫിഷ്യൻസി കുറഞ്ഞു തോന്നി അപ്പം ഞാൻ പോയി മാറും. അങ്ങനെയാണ് ഇത്. ഈ ഒരു വണ്ടിയുടെ മെയിൻ്റനൻസിൻ്റെ കാര്യം കൂടി പറയാം. ഇത് ഏറ്റവും പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്താണ്. 85,000 കിലോമീറ്റർ ടൈമിംഗ് ബെൽറ്റ് മാറിയിട്ടുള്ള വണ്ടികൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? എനിക്കറിയാൻ പറ്റില്ല. എൻ്റെ വണ്ടി ടൈമിംഗ് ബെൽറ്റ് മാറിയിട്ടുണ്ട്, റോട്ടർ മാറിയിട്ടുണ്ട്, ഡിസ്ക് പാഡ് മാറിയിട്ടുണ്ട്, ഡിസ്ക് പാഡ് ഓക്കെ, അല്ലെങ്കിൽ ഡ്രം ബ്രേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ കിലോമീറ്റർ അനുസരിച്ചല്ല, വർഷം അനുസരിച്ച് ഓണേഴ്സ് മാനിൽ പറയുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്ത് കൊണ്ട് നടക്കുന്ന ഒരു വണ്ടിയാണിത്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ എനിക്ക് വീണ്ടും ഇത് കൊടുക്കണമെന്ന് രണ്ടാമതൊരു മനസ്സ് വരുന്നുണ്ട്. ഓക്കെ, വില കിട്ടില്ലെങ്കിൽ കൊടുക്കണ്ട, വാട്ടവർ. കൊടുക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് എനിക്ക് വേറൊരു വണ്ടി ഒന്ന് ഉപയോഗിച്ച് നോക്കി ഒരു എക്സ്പീരിയൻസ് ആവണമെന്നുള്ള ആഗ്രഹമുണ്ട് എന്നുള്ളത് മാത്രമാണ്. അതല്ലെങ്കിൽ ഞാനിപ്പോൾ കൊടുത്തില്ലെന്ന് വരും. മൂന്നാമതൊരു വണ്ടി വാങ്ങാൻ വകുപ്പുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ വണ്ടി കൊടുക്കുന്ന കാര്യം ഞാൻ ചിന്തിക്കുകയേ ചെയ്യില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഈ വണ്ടി നിങ്ങൾ കൊടുത്തിട്ട് ഏത് വണ്ടിയാണ് വാങ്ങാൻ പോകുന്നത്. അങ്ങനെ തീരുമാനിച്ചതൊന്നുമില്ല. പക്ഷെ എന്തായാലും ഒരു വണ്ടി വാങ്ങണം, കുറച്ചു കാലം അത് ഉപയോഗിക്കണം. അടുത്തൊരു വണ്ടി വാങ്ങണം, കുറച്ചു കാലം അത് ഉപയോഗിക്കണം. എന്തായാലും ഈ വണ്ടി കീപ്പ് ചെയ്ത പോലെ കുറേ കാലം കീപ്പ് ചെയ്യാനുള്ളൊരു വണ്ടിയായിട്ട് ഞാൻ വണ്ടി മേടിക്കില്ല. കാരണം അത്രയ്ക്ക് അറ്റാച്ച്മെൻ്റ് ഒരു വണ്ടിയോട് ഉണ്ടാവാതെ വേണം നിൽക്കാനായിട്ടൊരു ആഗ്രഹം എനിക്കുണ്ട്. ഇതാണ് പിന്നിലെ സീറ്റ് കേട്ടോ. ഈ പിന്നിലെ സീറ്റിൽ ആംറെസ്റ്റൊക്കെ ഉണ്ട്, അറിയാലോ ഫിഗോയുടെ കാര്യം, അല്ലെങ്കിൽ ഫിഗോ ആസ്പെറിൻ്റെ കാര്യം. പിന്നെ 70 മാറ്റ് അടക്കണത്. ഇതിൻ്റെ അടിയിൽ ഒറിജിനൽ മാറ്റും ഉണ്ട്, അതിൻ്റെ അടിയിൽ കാർപ്പറ്റും ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു സാധനം എന്ന് പറയുന്നത് നമ്മൾ സൈഡിൽ വെക്കുന്നതാണ്, അതിന് ഉപയോഗിക്കാറില്ല ഇപ്പോൾ, അതുകൊണ്ട് അതിൻ്റെ വലിയ ഗുണമൊന്നുമില്ല. കേട്ടോ, ഇതാണ് ഇതിൻ്റെ ബാക്കിലെ അവസ്ഥ. ആപ്പിൾ കാർപ്ലേ, അയ്യോ അത് നമ്പേഴ്സാണേ. ഇതാണ്ടോ, അത്യാവശ്യം റെസ്പോൺസീവ് ആയിട്ടുള്ള, അത്യാവശ്യം ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള സ്ക്രീനാട്ടോ. ഈ സ്ക്രീൻ എന്ന് പറയുമ്പോൾ ഇത് സോണിയുടെ സൗണ്ട് സിസ്റ്റമാണ്. അപ്പോൾ സിസ്റ്റത്തിൻ്റെ സൗണ്ടൊക്കെ നല്ലതാണ്. ഇതിൽ VLC ഒക്കെ ഉണ്ട്, പക്ഷേ VLCയിൽ ഓഡിയോ മാത്രമേ പ്ലേ ആവുള്ളൂ, വീഡിയോ പ്ലേ ആവില്ല. ഓക്കെ, അത് കാർപ്പയുടെ കാര്യമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെയാണ് അതിൻ്റെ മൈക്ക് വെച്ചേക്കുന്നത്. ഞാൻ ഈ ഒരു ലൈറ്റ് മാറ്റിയിട്ട് ഇവിടെ ആ ഒരു കൂൾ അല്ലെങ്കിൽ സൺഗ്ലാസ് വെക്കാനുള്ള ഒരു ഓപ്ഷൻ അടക്കം മൈക്ക് വെക്കാമെന്ന് വെച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ കിട്ടുന്നത് എക്കോ സ്പോട്ടിൻ്റെ. പക്ഷേ അത് വെക്കാൻ പറ്റില്ല, കാരണം ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അതായത് ഗ്യാപ്പ് കുറവാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല. ഈ വണ്ടി കൊടുത്തിട്ട് എനിക്ക് വേറൊരു വണ്ടി വാങ്ങാനുള്ള പ്ലാൻ കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ ഉദ്ദേശിക്കുന്ന വില കിട്ടിയാൽ ഞാൻ ഈ വണ്ടി കൊടുക്കും. നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ വിളിക്കാം, എൻ്റെ വാട്സാപ്പിൽ നിങ്ങൾക്ക് ആ ഒരു നമ്പർ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. കമൻറ്റ് കൊണ്ട് കാര്യമില്ല, കമൻറ്റിന് റിപ്ലൈ ചെയ്യില്ല വണ്ടിയുടെ വിലയുടെ കാര്യത്തിൽ. പക്ഷേ നിങ്ങൾക്ക് ഓൾറെഡി എന്നെ വിളിക്കുകയോ വാട്സാപ്പിൽ മെസ്സേജ് ഒക്കെ ചെയ്യാം. വണ്ടി വന്ന് കാണാം, പ്രശ്നങ്ങളൊന്നുമില്ല. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കത് മേടിക്കുകയും ചെയ്യാം. സത്യത്തിൽ ഈ വണ്ടി കൊടുക്കുക എന്നുള്ളത് എൻ്റെ മനസ്സിലേ ഇല്ലാതിരുന്നൊരു പ്ലാനാണ്. വണ്ടി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു മൈൻഡ്. അതായത് ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കാം, ഇതിനിപ്പോൾ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, പാർട്സ് കിട്ടാനൊന്നും. കാരണം എനിക്കറിയാലോ, നമ്മൾ വാങ്ങുന്നതാണ്, നമ്മൾ പല സ്ഥലത്തും വാങ്ങുന്നതാണ്, ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് കുറേ കാലം ഉപയോഗിക്കാന്നുള്ളൊരു മൈൻഡായിരുന്നു. പക്ഷെ അപ്പോഴാണ് ഞാൻ പല ആളുകളും വണ്ടി ഓടിക്കുന്നുണ്ട്, പല മീഡിയ വണ്ടികൾ ഓടിക്കുന്നുണ്ട്. അങ്ങനെ ഓടിക്കുമ്പോൾ എനിക്ക് ഓണർഷിപ്പ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാനൊരു വണ്ടിയിൽ സ്റ്റക്കായി പോയി കിടക്കുകയാണല്ലോ എന്നൊരു ഫീല് വന്നത്.
പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, ഒരു വണ്ടിയോട് നിങ്ങൾ സെന്റിമെന്റ്സ് കാണിക്കേണ്ട കാര്യമില്ല, കാരണം വണ്ടികൾ എന്ന് പറയുന്നത് മാറ്റി മാറ്റി ഓടിക്കാം, കയ്യിലുള്ളപ്പോൾ സെന്റിമെന്റ്സ് കാണിച്ചോ, പക്ഷെ ജീവിതകാലം മുഴുവൻ അതിൻ്റെ മുകളിൽ ഒരു സ്ട്രക്കായി കിടക്കേണ്ട കാര്യമില്ല, നിനക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ വേറൊരു വണ്ടി വാങ്ങിയാൽ പോരെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ആലോചിച്ചപ്പോഴാ സംഭവം സത്യമാണ്. ഇപ്പോൾ ജിമ്നി വാങ്ങുന്നതിന് മുന്നേ ഞാൻ എക്സ്പ്ലോർ ചെയ്ത വണ്ടികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നാനോ വാങ്ങി ഓൾ ഇന്ത്യ പോയി. പിന്നെ അതാ അടുത്ത വണ്ടി ഞാൻ സിറ്റി മേടിച്ച് കുറേ ഉപയോഗിച്ചു, ഹാപ്പിനെസ് പ്രൊജക്റ്റ് ആയിട്ട്. അങ്ങനെ സിറ്റി കൊടുത്ത് ഞാൻ ജിമ്നി മേടിച്ചു. അവിടെ തന്നെ ഞാൻ 3 വണ്ടികൾ മേടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം എന്നാൽ പിന്നെ ജിമ്നി മാറ്റിയിട്ട് വണ്ടി വാങ്ങിയാൽ പോരെ, അപ്പോൾ ആ ഒരു ചെയിൻ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാലോ. പക്ഷെ അതെന്താ കാണിച്ചാൽ ജിമ്നി ലോണിട്ട് മേടിച്ച വണ്ടിയാണ്. പിന്നെ ജിമ്നി ഒരു സ്പെഷ്യൽ വണ്ടിയാണ്, ജിമ്നി ഒരു 4x4 ആണ്. അപ്പോൾ അതിന് ഒരു പ്രത്യേക റീസൺ ഉണ്ട്, അതിൻ്റെ പ്രത്യേക കാര്യങ്ങളിൽ കീപ്പ് ചെയ്യാനൊരു ഒരു കാരണമുണ്ട്. പക്ഷേ ഫിഗോ ആസ്പയർ എന്താണ് കാരണം? ഒറ്റ കാരണം എന്ന് പറയുന്നത് മൈലേജ് ആണ്. എനിക്ക് എൻ്റെ ഒരു പെട്രോൾ അടിക്കാനുള്ള പേടി, അതായത് വണ്ടി ഓടിക്കാൻ, സ്ഥിരമായിട്ട് വണ്ടി ഓടിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആസ്പയർ കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ വണ്ടി കൊണ്ടാണ്. കാരണം ഓൾട്ടോ ഉണ്ടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റുള്ള വണ്ടികൾ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പുറത്തിറങ്ങുമ്പോൾ 2 വട്ടം ആലോചിക്കും, ബൈക്ക് എടുത്ത് പോയാൽ പോരെ, കാറ് വേണോ, ഇതിനകത്ത് ഫ്യൂൽ അടിക്കാൻ കാശ് ചിലവ് കൂടുതലല്ലേ എന്നാലോചിക്കും. പക്ഷേ ഫിഗോ വന്നതിന് ശേഷം അല്ലെങ്കിൽ ആസ്പയർ വന്നതിന് ശേഷം അങ്ങനെ ഒരു ചിന്ത എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം എനിക്കറിയാം ഇതിനകത്ത് വണ്ടിക്ക് ഡീസൽ അടിച്ച് ഓടിച്ചാൽ നഷ്ടമൊന്നുമില്ല, നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാം, എവിടെ വേണമെങ്കിൽ ഓടിച്ചു വരാം, എത്ര ദൂരം വേണമെങ്കിൽ ഓടിക്കാം എന്നുള്ള മൈൻഡൊക്കെ ഉണ്ട്. അങ്ങനെ പറയുമ്പോൾ ഇത്രയും കാലമായിട്ട് ഞാൻ 85,000 കിലോമീറ്ററിൽ ഓടിച്ചുകൊണ്ട് ചോദിക്കാം, അത് മറ്റുള്ള വണ്ടികളൊക്കെ ഓടിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ നോക്കിയപ്പോൾ ഈ വണ്ടിയുടെ ഒരു മെയിൻ ഫാക്ടർ 20+ ഒക്കെ മൈലേജ് കിട്ടുന്നൊരു വണ്ടി, അത് ഓടിച്ചുകൊണ്ടിരിക്കാൻ വലിയ ചിലവില്ല, എൻ്റെ കാർ എന്നുള്ളൊരു എല്ലാ ഇഷ്ടവും നടത്തുന്നൊരു വണ്ടിയാണ്. അപ്പോൾ ഇത് കീപ്പ് ചെയ്യാം, എന്നിട്ട് നമുക്ക് മറ്റുള്ള വണ്ടി കൊടുത്ത് വേറെ വണ്ടി മേടിക്കുക എന്നുള്ള മൈൻഡായിരുന്നു ജിമ്നി വാങ്ങുന്നവരെ. പക്ഷേ ഇനിയിപ്പോൾ അത് പറ്റില്ല. ജിമ്നി കൊടുത്ത് വേറൊരു വണ്ടി വാങ്ങുക എന്ന് പറയുന്നത് ഇന്ന് പ്രായോഗികമല്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നി ഓക്കെ, എന്നാ പിന്നെ ഈ വണ്ടി കെട്ടിപ്പിടിച്ചിട്ടിരിക്കണ്ട, കൊടുത്തേക്കാം. വണ്ടി ഓടിക്കലും കുറവാണ്, കാരണം ലാസ്റ്റ് 2 years നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് വർഷത്തിൽ 4000-3500 കിലോമീറ്റർ ഓട്ടേ വണ്ടിക്ക് ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയെല്ലാ ഓട്ടങ്ങളൊക്കെ ഒന്നുകിൽ മീഡിയ വണ്ടി, അതല്ലെങ്കിൽ ജിമ്നി, അങ്ങനെയുള്ള വണ്ടികളായിട്ട് ഓടുന്നത്. ഇത് ഞാൻ ലോങ് പോകാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത്. ഇപ്പം ഞാൻ ഏറ്റവും ലാസ്റ്റ് ലോങ് പോയതുകൊണ്ട് കൂർഗാണ്, പിന്നെ ലോങ് പോയത് ട്രിവാൻഡ്രത്ത് നമ്മുടെ മാതൃഭൂമിയുടെ ഒരു പരിപാടിക്ക് പോയി. അപ്പോൾ ലോങ് പോകാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന വണ്ടി. അപ്പം ലോങ് പോകാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ അടുത്ത വണ്ടി വാങ്ങുന്നുണ്ടല്ലോ എന്ന് പറയേണ്ടി വരും. എനിക്ക് മനസ്സിൽ ഒരുപാട് വണ്ടികൾ ഓപ്ഷൻസ് ആയിട്ടുണ്ട്. ഓക്കെ, അതെന്തോട്ടെ. അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി മാറ്റാൻ ഒരു ഉദ്യമമായിട്ട് ഇറങ്ങിയേക്കുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ടയർ ഇടുമ്പോൾ പോലും, അല്ലെങ്കിൽ അലവിലല്ല മാറ്റി ടയർ മാറ്റി ഇടുമ്പോൾ പോലും എനിക്ക് അങ്ങനത്തെ ചിന്തയില്ല, വണ്ടി വിൽക്കണം എന്നുള്ള ചിന്തയില്ല. ഇതിപ്പോ അടുത്ത് വന്നൊരു കാര്യമാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ മാർക്കറ്റ് റേറ്റ് കൂടി നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇപ്പൊ കൊടുക്കുന്നത് നല്ലൊരു പോയിന്റ് ആണ്. കാരണം 10 വർഷം ആയിട്ടില്ല, അതിന് മുന്നേ കൊടുക്കാം. പിന്നെ ഇതിനിപ്പോൾ നല്ല ഗുഡ് കണ്ടീഷനാണ്, ഗ്രേറ്റ് കണ്ടീഷനാണ്, ഇമ്മാക്കുലേറ്റ് കണ്ടീഷനാണ്. അയാളുടെ ഷീ പവറിന്റെ മോട്ടറിന്റെ ആണ്. അപ്പോൾ വേണമെങ്കിൽ എനിക്ക് മാറാവുന്ന കേസുകൾ ഞാൻ വീട്ടിട്ട് മാറുന്ന കാര്യമാണ്. നിങ്ങൾക്കറിയാം, ഞാൻ ഡു ഇറ്റ് യൂസർ ചെയ്യുന്നതാണ്. പക്ഷേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വണ്ടിയുടെ ഡോർ പാഡ് അഴിച്ച് ആ മോട്ടർ മാറാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം 10,000-2,500 ചിലവാക്കി ആ മോട്ടർ വാങ്ങിയത് മാറുക എന്ന് പറയുന്നത് എളുപ്പമാണ്, നമുക്ക് എടുക്കാവുന്ന പണിയാണ്. ഞാൻ വിചാരിച്ചു പക്ഷേ അത് ഇനി വാങ്ങുന്ന ആൾ ചെയ്തോട്ടെ. കാരണം വാങ്ങുന്ന ആൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും ചെയ്തൊരു ഫീൽ കൂടി വേണ്ടേ. അതുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യം ഞാൻ അദ്ദേഹത്തിന് ഞങ്ങൾക്ക് വിടുകയാണ്. പിന്നെ സ്റ്റീരിയോയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഈ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ടോ, ഈ സ്റ്റിയറിംഗ് കൺട്രോൾസും ഈ സ്റ്റീരിയോ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതായത് ഇവർ തമ്മിൽ ചേരുന്നില്ല. അത് വണ്ടി വാങ്ങിയപ്പോൾ അങ്ങോട്ടുള്ളതാണ്. ക്യാൻബസ് ഇല്ലാത്തൊരു സിസ്റ്റമാണിത്. ഇത് സോണിയാണല്ലോ, ആൻഡ്രോയിഡ് സിസ്റ്റങ്ങൾക്ക് പോലെ ക്യാൻബസ് ഈ വണ്ടിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓളിയം കൺട്രോൾ ചിലപ്പോൾ വർക്ക് ചെയ്യും, ചിലപ്പോൾ നെക്സ്റ്റ് പ്രീവിയസ് വർക്ക് ചെയ്യും. അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷെ അതിന്റെ യൂസ് കേസ് ഞാൻ ഇതുവരെ അങ്ങനെ വലിയ കാര്യമായിട്ട് യൂസ് ചെയ്തുകൊണ്ട് അതിന്റെ മുകളിൽ ബോദർ ചെയ്യാത്തതാണ്. ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ ഒരു ഒറിജിനൽ സ്റ്റീരിയോ വരെ തരാന്നുള്ളത്. അതിന് ബ്ലൂടൂത്ത് ഉണ്ട്, ബ്ലൂടൂത്തും അല്ലെങ്കിൽ ബ്ലൂടൂത്ത് മാത്രമേ ഉള്ളൂ, ഓക്സും ഉള്ള സ്റ്റീരിയോ ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് എടുത്ത് വെക്കാം. പക്ഷെ ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വിത്ത് സോണി സിസ്റ്റം എന്ന് പറയുന്നത് നല്ല സൗണ്ട് ക്വാളിറ്റിയും നല്ല യൂസ് കേസ് ഉള്ള സാധനമാണ്. മാത്രമല്ല ഒരു അഡാപ്റ്റർ ഞാൻ വാങ്ങിയിട്ടുണ്ട്, അത് ആൻഡ്രോയിഡ് ഓട്ടോ വയർലെസ് ആക്കാനുള്ളത്, അതും ഇതിനകത്തുണ്ട്. അപ്പോൾ ഗ്ലോ ബോക്സിനകത്ത് അത് കുത്തിയാൻ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. അതായത് ഈസി ടു യൂസ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒരു വണ്ടി എന്നുള്ള നിലയ്ക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതിനകത്ത് കുറവായിട്ടാണ് അത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഓട്ടോമാറ്റിക് AC അല്ലെങ്കിൽ ടിൽറ്റ് ചെയ്യാവുന്ന സ്റ്റിയറിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റൊരു ഗുണങ്ങളാണ് അന്നേ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു ടച്ച് സ്ക്രീൻ കൂടി വന്നിരുന്നെങ്കിൽ ഇതൊരു മോഡേൺ വണ്ടി ആയെന്ന് എനിക്ക് തോന്നി. അങ്ങനെ അത് മോഡേൺ വണ്ടി ആക്കിയതാണ്. പിന്നെ ക്ലച്ച് ഒരിത്തിരി ടൈറ്റ് ആണെന്ന് തോന്നും ഈ വണ്ടി ആദ്യം ഓടിക്കുന്ന ആൾക്കാർക്ക്. പക്ഷേ അത് വലിയ സീനില്ല, എനിക്കത് വലിയ വിഷയമായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഈ ഓടിച്ച അത്രയും കാലം ഇത് എൻജോയ് ചെയ്ത് തന്നെ ഓടിച്ചുകൊണ്ട് എനിക്കിതൊരു വലിയ വിഷയമായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വണ്ടി ഏതല്ലേ അത് ഞാൻ വഴിയെ പറയാം. വാങ്ങിയിട്ട് പറഞ്ഞാൽ പോരെ. പുതിയതായിരിക്കില്ല കേട്ടോ, 100% പഴയതായിരിക്കുള്ളൂ.